ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്നത്. ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും പരിഭ്രാന്തരായി പുറത്തേക്കോടി. പുറത്തേക്കിറക്കിയോ? കുറെ ആൾക്കാരെ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളപ്പുറത്തുള്ള ഐസിയിലുള്ള ഇല്ല, ഐസിന്ന് ഇറക്കിയില്ല. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഇറക്കാം. UPS മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പുകയുയർന്നതിന് പിന്നാലെ മുകൾ നിലയിലകപ്പെട്ട രോഗികളെ ഫയർഫോഴ്സ് എത്തി പുറത്തേക്കെത്തിച്ചു. സ്വകാര്യ ആശുപത്രിയിലേക്ക് 34 പേരെയും മറ്റുള്ളവരെ ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റി. ഈ സ്മോക്ക് വാസ് ഫിൽഡ് എൻറ്റയർ ഏരിയ. ഇപ്പം എല്ലാ പേഷ്യൻസ് നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയും മറ്റേ ബ്ലോക്സിലെ പിന്നെ ജില്ലാ ആശുപത്രി എല്ലാ സ്ഥലത്തിൽ ഈ പേഷ്യൻസ് മാറ്റി. ആസ് ഓഫ് നൗ എവറിഥിങ് ഈസ് അണ്ടർ കൺട്രോൾ. പിന്നെ വേറെ ഡാമേജും അത്ര അധികം ഇല്ല. അപകടത്തിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പോലീസ് പൂട്ടി സീൽ ചെയ്തു. നേരത്തെ പ്രവർത്തിച്ചിരുന്ന പഴയ ബ്ലോക്കിലെ താൽക്കാലികമായി അടിയന്തര ചികിത്സാ സംവിധാനം ഒരുക്കും. ബീച്ച് ആശുപത്രിയിൽ ഒരുക്കുന്ന അത്യാഹിത സേവനത്തിന് കൂടുതൽ ഡോക്ടർമാരെ ലഭ്യമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പുകയുയർന്നതിന് പിന്നാലെ ചികിത്സയ്ക്കെത്തിച്ച 5 രോഗികൾ മരിച്ചെന്ന ആരോപണവും ഉയർന്നു. നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി, അവർ വെന്റിലേറ്ററിലായിരുന്നു. പോയിസണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീ കത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ 1-ാം വാർഡിലാണ് ബോഡിയുള്ളത്. എന്നാൽ പുക ശ്വസിച്ചല്ല മരണങ്ങൾ ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാദം. 5 പേഷ്യൻ്റാണ് ഡെത്ത്. അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല, തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്, മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്ന, അതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ്. മേപ്പാട് ഇന്നലെ വന്നതാണ്. എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി, ഭയങ്കര ബാഡായിരുന്നു, വെന്റിലേറ്ററിലാണ് ഉള്ളത്. അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടുത്തെ മെയിൻ ബ്ലോക്കിലെ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഐസിയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരിച്ചത്. ബാക്കിയുള്ള 3 പേഷ്യൻ്റ് 2 ഇന്ന് വന്നതാണ്, ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. അത് 2 പേരും, ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്, വേറൊരു പേഷ്യൻ്റ് ലിവർ ഫെയിലിയറായിട്ട് വന്ന പേഷ്യൻ്റാണ്. വേറെ ഇന്ന് വന്നത് വേറൊരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ട് വന്നതാണ്. അത് 7:40. അത് ഇതുമായിട്ട് ബന്ധമുള്ളതായി തോന്നില്ല. മരണകാരണം എന്താണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കഴിയൂ. എന്തായാലും ഇത്രയേറെ അത്യാധുനിക സംവിധാനങ്ങളുണ്ടായിട്ടും എങ്ങനെ പുകയുയർന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.